ഹായ്, ഞാൻ ജോംസി ബാബു JP ക്രിയേഷൻ ഗസ്റ്റിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രതിമാസം 15 KL താഴെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കുന്ന BPL ഉപഭോക്താക്കൾക്ക് നിലവിൽ സൗജന്യമായി ജലം നൽകി വരുന്നുണ്ട്. ഉത്തരപ്രകാരം ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരി 31 ആനുകൂല്യം പുതുക്കേണ്ടതുണ്ട്. 2025 വർഷത്തെ BPL ആനുകൂല്യം ലഭിക്കുന്നതിനായുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഓൺലൈൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ BPL ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കളും പുതുതായി BPL ആനുകൂല്യം വേണ്ട ഉപഭോക്താക്കളും ഈ ഒരു സൈറ്റിൽ കയറി ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ജനുവരി 31 മുന്നേ. അപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു സൗജന്യ ജലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പുതുക്കേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ സൈറ്റിലേക്ക് വരും. ഇതിൽ BPL ആപ്ലിക്കേഷൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ kwa.government.in/en/BPL റിന്യൂവൽ എന്ന് കൊടുത്താൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താലും കയറാവുന്നതാണ്. ഈ ഒരു സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്ലൈ ഓൺലൈൻ നൗ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സർക്കുലർ ഉണ്ട്. ഈ സർക്കുലർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ പുതുക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഓൺലൈൻ നൗ എന്ന ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വന്നു കഴിയുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ന്യൂ ആപ്ലിക്കേഷൻ എന്ന കൺസ്യൂമർ ID കൊടുത്ത് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വാട്ടർ ബില്ല് എടുക്കുക. വാട്ടർ ബില്ലിൽ നിങ്ങളുടെ കൺസ്യൂമർ ID കൊടുത്തിട്ടുണ്ടാവും. ആ കൺസ്യൂമർ നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി കൺസ്യൂമർ ID കൊടുത്ത് നമുക്ക് സൗജന്യമായി വാട്ടർ ഇത് കിട്ടുന്നതാണെങ്കിൽ അവരുടെ ബാക്കി മൊബൈൽ നമ്പർ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്താൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. കൺസ്യൂമർ നെയിം, കൺസ്യൂമർ നമ്പർ, റേഷൻ കാർഡ് നമ്പർ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്തെടുക്കുന്നതാണ്. അതിൽ നമുക്ക് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ബില്ല് റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി തിരിച്ച് നമുക്ക് റിട്ടേൺ വന്ന് ഇവിടെ മേളിൽ വന്നെങ്കിൽ ഇവിടെ മേളിൽ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഹോം പേജ് വന്നിട്ട് വീണ്ടും ഇപ്പം ന്യൂ ആപ്ലിക്കേഷൻ കൺസ്യൂമർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റാറ്റസ് എന്ന ഈ ബട്ടൺ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺസ്യൂമറിന് ID കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് നമുക്ക് എന്തെങ്കിലും കുടിശ്ശിക അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കവിടെ കുടിശ്ശിക അടച്ചാൽ മാത്രമേ ഇവിടെ പുതുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുമായിട്ട് പറ്റുള്ളൂ. അപ്പം അത് പുതുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ബിൽ പേയ്മെൻറ്റ് എന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. ആ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് epay.kw.kerala.government.in/QuickPay എന്ന ഈ സൈറ്റിലേക്ക് പോകും. ഈ വെബ്സൈറ്റിൽ കയറി നമുക്കിവിടെ കൺസ്യൂമർ ID അല്ലെങ്കിൽ കൺസ്യൂമർ നമ്പർ കൊടുത്ത് നമുക്കിവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് നമുക്കിവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ഇതിൽ ഈ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതാണ്. നിങ്ങളുടെ നിലവിൽ എത്ര രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന് നോക്കുക. ആ കുടിശ്ശിക തുക അടച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഇവിടെ കുടിശ്ശിക കാണുന്നില്ല, ഇങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പം കുടിശ്ശിക അടയ്ക്കാനുള്ളവർ ഇവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കുക. അതിൽ പേയ്മെൻറ്റ് അടച്ച് എത്രയാണ് കുടിശ്ശിക തുകയുള്ള ആ കുടിശ്ശിക തുക അടച്ചതിന് ശേഷം വേണം അപ്പുറത്ത് നമ്മുടെ റിന്യൂവൽ സെക്ഷനിൽ ചെന്നിട്ട് വാട്ടർ അതോറിറ്റിയുടെ കുറച്ച് വെബ്സൈറ്റിൽ ചെന്നിട്ട് അതിൽ നമുക്ക് സ്റ്റാറ്റസ് നോക്കി റിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ കുടിശ്ശിക അടയ്ക്കാൻ ബാക്കിയുള്ളവർ ആദ്യം ഈ ബിൽ പേയ്മെൻറ്റ് സെക്ഷനിൽ ചെന്ന് കുടിശ്ശിക അടയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ബില്ല് സെറ്റ് ചെയ്തിട്ട് റിന്യൂ ചെയ്യാൻ ഓർക്കുക. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കേണ്ട, ജനുവരി 31 മുന്നേ എല്ലാവരും കുടിശ്ശിക അടച്ച് വെള്ളക്കരം പുതുക്കേണ്ടതുണ്ട്. അപ്പം മറ്റൊരു അറിയിപ്പുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.